ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടുള്ള നടി രഞ്ജിനിയുടെ അപ്പീൽ ഹൈക്കോടതി തള്ളി. വേണമെങ്കിൽ ഹർജിക്കാരിക്ക് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏത് രീതിയിലാകും എന്നതിൽ ആശങ്കയുണ്ടെന്ന് രഞ്ജിനി കോടതിയെ അറിയിച്ചിരുന്നു. സംവിധായകൻ സജിമോൻ പാറയിലിന്റെ അപ്പീൽ ഉച്ചയ്ക്ക് ശേഷം ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. അതേസമയം ഇന്ന് റിപ്പോർട്ട് പുറത്തുവിടാൻ സാധ്യതയുണ്ട്. അഖിൽ, ഇന്ന് ഈ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള സാധ്യതയാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള രഞ്ജിനിയുടെ അപ്പീൽ തള്ളിയതോടുകൂടി വ്യക്തമാകുന്നത്. വിവരങ്ങൾ എന്താണ്? വീണ, മലയാള ചലച്ചിത്ര രംഗത്ത് ഏറ്റവും കൂടുതൽ നിർണായകമാകുന്ന, മലയാള ചലച്ചിത്ര രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി വരെ സൃഷ്ടിക്കുമെന്ന് പറയപ്പെടുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. അത് പലതവണ പുറത്തുവിടുമെന്ന് സർക്കാർ പറഞ്ഞെങ്കിലും പല സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നവരുടെ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് അത് നീണ്ടു പോയത്. ഇന്ന് പരിഗണിച്ചത് നടി രഞ്ജിനിയുടെ ഹർജിയാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. ഡിവിഷൻ ബെഞ്ച് ആ ഹർജി തള്ളുന്ന സമയത്ത് ഹർജിക്കാരിയോട് പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കുന്നതിൽ തെറ്റില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാവുന്നതാണ് എന്നതാണ് രഞ്ജിനിയുടെ ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ സംവിധായകനായ സജിമോൻ പാറയുടെ ഹർജി ഉച്ചകഴിഞ്ഞ് പരിഗണിക്കുന്നുണ്ട്. ആ ഉച്ചകഴിഞ്ഞ് സജിമോന്റെ ഹർജി പരിഗണിക്കുമ്പോൾ എടുക്കുന്ന നിലപാടും ഇതിൽ നിർണായകമാണ്. എന്തായാലും കോടതി അപ്പോഴും ഹൈക്കോടതി അത് അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ റിപ്പോർട്ട് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉച്ചയോടെ അല്ലെങ്കിൽ വൈകുന്നേരത്തോടെ എങ്കിൽ പുറത്തു വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ റിപ്പോർട്ട് പുറത്തു വരികയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ സിനിമാ മേഖലയിൽ, സിനിമാ സെറ്റുകളിലൊക്കെ തന്നെ ഉണ്ടായ പ്രതിസന്ധി, ആ പ്രതിസന്ധിയിൽ വനിതാ ചലച്ചിത്ര താരങ്ങൾ അടക്കം പറഞ്ഞിട്ടുള്ള പരാതികൾ, അവരുടെ പരിഭവങ്ങളെല്ലാം തന്നെ പൊതുസമൂഹത്തിന് മുമ്പിലെത്തും എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും വിവരാവകാശ രേഖ പ്രകാരമാണ് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് ലഭിക്കുക. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് ലഭിക്കുന്ന സമയത്ത് അതിൽ ആരൊക്കെ എന്തൊക്കെ പരാതിയാണ്, ആരെയൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് കൂടുതൽ വ്യക്തത വരിക. കാരണം ചില വ്യക്തികളെ പറ്റി വ്യക്തിപരമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ റിപ്പോർട്ടിലുണ്ട്. പക്ഷെ ആ കാര്യങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് സ്വകാര്യതയല്ലാത്ത ഭാഗങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വിടാം എന്നതായിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ വിവരാവകാശ കമ്മീഷൻ പോലും തീരുമാനമെടുത്തത്. കാരണം അങ്ങനെ എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിക്കുമ്പോൾ അത് സർക്കാരിന്റെ നികുതി പണം ഉപയോഗിച്ച് ഉണ്ടായ ഒരു അന്വേഷണ കമ്മീഷനാണ്. അപ്പോൾ അങ്ങനെ പൊതുമധ്യത്തിൽ പൊതുജനങ്ങളുടെ പൈസ ഉപയോഗിച്ചുണ്ടാക്കിയ ആ ഹർജി റിപ്പോർട്ട് അത് പൊതുജന സമക്ഷത്തിലേക്ക് നൽകുന്നതിൽ തെറ്റില്ല എന്നതാണ് ഈ വിവരാവകാശ കമ്മീഷൻ പറയുന്നത്. 2020 ആർട്ടി ആക്ട് പ്രകാരം അത് കൃത്യമായി തന്നെ അതിൽ ക്ലോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്ന സമയത്ത് അത് ഡിവിഷൻ ബെഞ്ചിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സമീപിക്കാം എന്നുള്ള ഒരു നിലപാട് സിംഗിൾ ബെഞ്ച് സ്വീകരിക്കുന്നു. കാരണം ഹൈക്കോടതിക്ക് പോലും പാസ്സായ ഒരു ആക്ടിന്മേൽ ഒരു ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അത് ചൂണ്ടിക്കാട്ടിയാണ് കോടതി പോലും അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പകർപ്പ് നമുക്കും ലഭിക്കുന്നതാണ്. നമ്മളും ആർടി ആക്ട് പ്രകാരം നമ്മളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആ പകർപ്പ് പുറത്തുവിടുന്നതോടുകൂടി തന്നെ നമുക്കും ലഭിക്കും എന്നതാണ് പ്രേക്ഷകരുമായി നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്ന ഏറ്റവും നിർണായകമായ കാര്യം. കാരണം ഈ രേഖ പുറത്തുവിടണമെന്ന് വിവരാവകാശ കമ്മീഷണർ ആവശ്യപ്പെടുമ്പോൾ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടതാണ്. നമ്മൾ ട്രഷറിയിൽ പണമടച്ച് ട്രഷറി മുഖാന്തരം തന്നെ ആർടി ആക്ട് മുഖാന്തരം തന്നെ നമ്മൾ അതിന് അപേക്ഷ നൽകിയിരുന്നതാണ്. ആ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ ഏകദേശം 49 പേജുള്ള 96 പാരഗ്രാഫ് മാത്രമാണ്. അതിൽ ചിലപ്പോൾ ഈ 28 പേജുള്ളതിൽ 96 പാരഗ്രാഫ് മാത്രമായിരിക്കും ചിലപ്പോൾ അതിൽ ഉണ്ടാകാൻ സാധ്യത. 81 മുതൽ 100 വരെയുള്ള പേജുകളിൽ അത് ചിലപ്പോൾ പുറത്തുവിടാനും സാധ്യതയില്ല. 165 മുതൽ 196 വരെയുള്ള പേജുകൾ അതിൽ കുറെ കാര്യങ്ങൾ അത് ക്ലോസ് ആണ് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി തന്നെ അത് സംസ്ഥാനത്തെ സിനിമാ മേഖലയുടെ ആ മേഖലയിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്ന രഹസ്യ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരുന്നു എന്നതുകൂടിയുണ്ട്. സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസിൽ നിന്നായിരിക്കും ഇതിന്റെ പുറത്ത് രേഖകൾ വരാം. അഖിൽ, രേഷ്മ ബാബു കൂടി ചേരുന്നുണ്ട് ഹൈക്കോടതിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നതിനായി. രേഷ്മ, സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുള്ള ഒരുക്കത്തിലേക്കാണ് നടി രഞ്ജിനി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ?
വീണ, സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് ഡിവിഷൻ ബെഞ്ച് നടി രഞ്ജിനിയുടെ അപ്പീൽ ഹർജി തള്ളിയത്. ഇന്ന് തന്നെ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുമെന്ന് രഞ്ജിനി വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ രഞ്ജിനിയുടെ അപ്പീൽ ഹർജി വന്നതിന് തൊട്ട് പിന്നാലെ ഇന്ന്, അതായത് ഈ മുൻ ഹർജിയിലെ ഹർജിക്കാരനായിട്ടുള്ള സജിമോൻ പാറയിൽ കൂടി അപ്പീൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ അപ്പീൽ ഹർജി ഉച്ചയ്ക്ക് ശേഷം ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുമെന്ന് വ്യക്തമാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏകദേശം 1:45 പരിഗണിക്കാനാണ് സാധ്യത. പ്രധാനമായിട്ടും ഇന്ന് ഈ ഹർജി തള്ളിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ ഈ തള്ളുന്ന സമയത്ത് ചില വാദഗതികൾ, അതിന് മുന്നേ ചില വാദഗതികൾ ഹർജിക്കാരി ഉന്നയിച്ചിരുന്നു. അതായത് ഈ രഹസ്യമൊഴി, ഈ മൊഴി നൽകിയ സമയത്ത് അത് രഹസ്യമായിട്ട് സൂക്ഷിക്കാമെന്നുള്ള ഒരു ഉറപ്പ് കമ്മിറ്റി നൽകിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെ പുറത്തു വരും എന്നതിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു വാദഗതിയായിരുന്നു ഹർജിക്കാരിക്ക് വേണ്ടിയിട്ട് അഭിഭാഷകൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നുള്ള ആവശ്യവും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ രഞ്ജിനി ഉന്നയിച്ചു. പക്ഷേ ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ച ഒരു നിലപാടെന്ന് പറയുന്നത്, നേരത്തെയുള്ള സിംഗിൾ ബെഞ്ചിനെ തന്നെ രഞ്ജിനിക്ക് ആവശ്യമെങ്കിൽ ഇന്ന് തന്നെ സമീപിക്കാം, പക്ഷേ ഈ ഹർജി തള്ളുകയാണ് എന്നാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള AM മുഹമ്മദ് മുസ്താഖും S മനു അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ സജിമോൻ പാറയിലിന്റെ അപ്പീൽ ഹർജി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നേരത്തെയുള്ള ഹർജിയിൽ കക്ഷിയല്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു പ്രത്യേക അനുമതി വെള്ളിയാഴ്ച വാങ്ങിക്കൊണ്ട് ഇന്ന് ഈ ഹർജി കേൾക്കാൻ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ സിംഗിൾ ബെഞ്ചിൽ ഈ ഹർജി, അതായത് രഞ്ജിനി വീണ്ടും സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുന്ന ഒരു സാഹചര്യത്തിൽ സിംഗിൾ ബെഞ്ച് എടുക്കുന്ന ഒരു നിലപാടും ഇക്കാര്യത്തിൽ ഒരു നിർണായകമാകും. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരത്തോടുകൂടി ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുമെന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഹർജിയിൽ, സിംഗിൾ ബെഞ്ചിന് മുന്നിൽ രഞ്ജിനി നൽകുന്ന ഹർജിയിൽ സിംഗിൾ ബെഞ്ച് സ്വീകരിക്കുന്ന നിലപാടും, അതോടൊപ്പം തന്നെ സജിമോൻ പാറയിൽ നൽകിയ അപ്പീൽ ഹർജിയിൽ ഡിവിഷൻ ബെഞ്ച് എന്ത് തീരുമാനമെടുക്കും എന്നത് അനുസരിച്ചായിരിക്കും പിന്നീടുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടാകുക. എന്തായാലും നിലവിൽ ഡിവിഷൻ ബെഞ്ച് രഞ്ജിനിക്ക് ഒരു നിയമപരമായിട്ടുള്ള ഒരു വഴി കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ അവിടെ നിന്ന് വേണമെങ്കിൽ തങ്ങൾക്ക് സ്വീകരിക്കാമെന്നുള്ളതാണ് ഡിവിഷൻ ബെഞ്ച് രഞ്ജിനിക്ക് നൽകിയ നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ ഉച്ചയ്ക്ക് ശേഷം രഞ്ജിനി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാൻ ഉള്ള ഒരു നിലപാടിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1:45 ശേഷമായിരിക്കും സജിമോൻ പാറയിലിന്റെ അപ്പീൽ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുക. ഈ രണ്ട് ഹർജികളെയും ആശ്രയിച്ചായിരിക്കും റിപ്പോർട്ട് പുറത്തു വരുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുക. എന്തായാലും സ്വകാര്യത സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ ഒക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതെന്നാണ് വിവരാവകാശ കമ്മീഷൻ ഹൈക്കോടതിയിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അതോടൊപ്പം തന്നെ മറ്റ് ഈ പ്രധാനപ്പെട്ട, അതായത് സ്വകാര്യതയെ ലംഘിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കണമെന്നുള്ളൊരു നിലപാട് സർക്കാർ സ്വീകരിച്ചിരുന്നുവെന്ന് അഭിഭാഷകന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് അത് നേരത്തെ വന്ന സാഹചര്യത്തിലായിരുന്നു അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് രഞ്ജിനി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. പക്ഷേ ഡിവിഷൻ ബെഞ്ച് അവരുടെ ആവശ്യം, അതായത് ആ ഹർജി അനുവദിക്കുന്നതിൽ ഹർജി അനുവദിക്കാതെ നിരാകരിക്കുകയും ഒപ്പം തന്നെ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയുമായിരുന്നു. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം സജിമോൻ പാറയിലിന്റെ അപ്പീൽ ഹർജിയും അതോടൊപ്പം തന്നെ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ രഞ്ജിനി ഹർജി സമർപ്പിക്കുകയാണെങ്കിൽ ആ ഹർജിയിലും കോടതി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുക. ഒന്നുകൂടി പോവുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 2:30 റിപ്പോർട്ട് പുറത്തുവിടുമെന്നുള്ളതാണ്. അഖിൽ, അല്പസമയത്തിനകം ഈ സമയം അറിയിക്കാമെന്നുള്ളതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹർജികൾ പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമുക്കറിയാം, ഈ ഒരു കോടതി വിധിക്ക് ശേഷം സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാം എന്നുകൂടി കോടതി പറഞ്ഞ സാഹചര്യത്തിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാൻ രഞ്ജിനി ഉദ്ദേശിക്കുന്നുണ്ട്. സജിമോൻ പാറയിലിന്റെ ഹർജിയും പരിഗണിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഹർജികൾ ഒരു വശത്ത് പരിഗണിക്കപ്പെടട്ടെ, പക്ഷേ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്ന തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് എന്നാണോ സാംസ്കാരിക വകുപ്പ് വ്യക്തമാക്കുന്നത്?
പ്രധാനപ്പെട്ട കാര്യം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ അത് കോടതിയെ മറികടന്ന് ഒരു തീരുമാനമെടുക്കാൻ സർക്കാരിന് കഴിയില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നത്. കാരണം സർക്കാരിന് കോടതിയെ മറികടന്ന ഒരു കാര്യം തീരുമാനമെടുത്താൽ കോടതിയിൽ പിന്നെ അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. കാരണം ആ വിവരാവകാശ നിയമപ്രകാരം ഒരു കാര്യം ഒരാൾക്ക് ആ വിവരം കൈമാറണമെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം 2000 വകുപ്പ് പ്രകാരം ആ നിയമത്തിൽ തന്നെ ഒരു ക്ലോസ് പറയുന്നത് ഏതെങ്കിലും കാര്യത്തിൽ ഒരു വ്യക്തിഗത വിവരമാണ് അത് പുറത്തേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും അതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വിടുക. അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വിടുമ്പോൾ അതിൽ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ചലച്ചിത്ര മേഖലയുള്ളവർ തന്നെ കോടതിയെ സമീപിക്കാൻ തയ്യാറെടുത്തത്. കാരണം സർക്കാരാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് സർക്കാരിന് മേൽ ഒരു കരുതൽ എന്ന നിലക്കാണ് കോടതിയെ തന്നെ സമീപിക്കാൻ ഈ ചലച്ചിത്ര മേഖലയിലുള്ളവർ തീരുമാനമെടുത്തത്. അതുകൊണ്ടാണ് ആദ്യഘട്ടങ്ങളിൽ മുതൽ പല വ്യക്തികളുടെയും ഹർജി പരിഗണിക്കും സമയത്തൊക്കെ തന്നെ ഈ വിവരാവകാശ നിയമപ്രകാരം ഈ റിപ്പോർട്ട് പുറത്തുവിടുമെന്ന സർക്കാരും സാംസ്കാരിക വകുപ്പും വിവരാവകാശ കമ്മീഷനും ഒക്കെ തന്നെ വ്യക്തമാക്കിയെങ്കിലും അതിൽ നിന്നും പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമായത്. ഇപ്പോൾ നിലവിൽ രഞ്ജിനിയുടെ സിംഗിൾ ബെഞ്ചിലെ ഹർജി മാത്രമാണ് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്ത ഈ സജിമോൻ പാറയിലിന്റെ ഹർജി കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഹർജി കൂടി പരിഗണിക്കാനുണ്ട്. അത് ഉച്ച കഴിഞ്ഞ ആണ് പരിഗണിക്കുക എന്നതാണ് നമുക്ക് ഹൈക്കോടതിയിൽ നിന്നും രേഷ്മയുടെ വാർത്ത നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഹൈക്കോടതിയിൽ അടുത്ത ഹർജി കൂടി പരിഗണിച്ച് അതും ഡിവിഷൻ ബെഞ്ച് തള്ളി അത് കഴിഞ്ഞ രഞ്ജിനിയുടെയോ അല്ലെങ്കിൽ സജിമോന്റെയോ അഭിഭാഷകർ ആ നിമിഷം തന്നെ ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും സാംസ്കാരിക വകുപ്പിന് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ സാധിക്കില്ല. കാരണം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിൽ അത് മറികടന്ന് അത് ക്ലോസ് ചെയ്ത് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ ഹർജികൾ രണ്ടും, അത് രഞ്ജിനിയുടെ ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളിക്കഴിഞ്ഞു, ഇനി സിംഗിൾ ബെഞ്ച് മാത്രമാണ് അത് പോകേണ്ടിയിരിക്കുന്നത്. അത് അഭിഭാഷകൻ നൽകുന്നുണ്ടോ എന്നത് മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. അതിന് പിന്നാലെ സജിമോന്റെ കൂടി അത് ഹർജി തള്ളുകയാണ് എന്നുണ്ടെങ്കിൽ, ഹർജി പരിഗണിക്കുന്നതിന് മുമ്പാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സാംസ്കാരിക വകുപ്പ് ആ റിപ്പോർട്ട് പുറത്തേക്ക് വിടാനുള്ള ഒരു പ്രശ്നമുണ്ട്. ഇതിലൊരു രാഷ്ട്രീയ പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് രൂപീകരിക്കാനുണ്ടായ സാഹചര്യം ചലച്ചിത്ര മേഖലയിൽ ഉണ്ടായ നമുക്കറിയാവുന്നതുപോലെ തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ് ഇത് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇതിന്റെ ഒരു രാഷ്ട്രീയ വശം കൂടി നമുക്ക് ഒരു കാര്യമുണ്ട്. കാരണം ഇതിൽ ഇരയോടൊപ്പമാണോ അല്ലെങ്കിൽ വേട്ടക്കാരനൊപ്പമാണോ സർക്കാർ നിൽക്കുന്നത് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഹൈക്കോടതി ബെഞ്ചിൽ ഹർജി തള്ളുന്ന സമയത്ത് തന്നെ ഇത് ഉടനെ തന്നെ ഇത് പുറത്തേക്ക് വിട്ട് രാഷ്ട്രീയമായ ഏതെങ്കിലും കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാണ്. അഖിലിലേക്ക് വരാം. ഇന്ന് റിപ്പോർട്ട് പുറത്തുവിടുന്ന വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചവർക്കാണ് ഈ റിപ്പോർട്ട് നൽകുക എന്നാണ് അറിയുന്നത്. സാംസ്കാരിക വകുപ്പ് 2:30 ഈ റിപ്പോർട്ട് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അപേക്ഷിച്ചവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. റിപ്പോർട്ടിന് 233 പേജുകളാണ് പുറത്തു വരിക. സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ല. അതേസമയം ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കുമെന്നും ചില പ്രത്യേക ഭാഗങ്ങൾ ഒഴിവാക്കുമെന്നും 49-ാം പേജിലെ 96-ാം പാരഗ്രാഫ് പ്രസിദ്ധീകരിക്കില്ല. 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി. 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫുകൾ വെളിപ്പെടുത്തില്ല. അതിൻ്റെ അനുബന്ധവും പുറത്തുവിടില്ല എന്നുള്ള വിവരങ്ങളൊക്കെയാണ് വരുന്നത്. രേഷ്മ, ഈ വിഷയത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം തന്നെ സർക്കാർ സാംസ്കാരിക വകുപ്പ് പങ്കുവയ്ക്കുന്നുണ്ട്. സ്വകാര്യതയെ ഹനിക്കുന്ന വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടില്ല. അത് ഏതൊക്കെ പേജാണ്, ഏതൊക്കെ പാരഗ്രാഫാണ് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ രഞ്ജിനി അടക്കമുള്ള ഹർജിക്കാർക്ക്, രഞ്ജിനിക്ക് പ്രത്യേകിച്ചും ആ കാര്യത്തിലൊരു വിശ്വാസ്യതക്കുറവുണ്ട് എന്നുള്ളതാണോ? ഇത് പൂർണ്ണമായും പുറത്തുവിടരുത് എന്ന ആവശ്യം തന്നെയാണോ രഞ്ജിനി സിംഗിൾ ബെഞ്ചിന് മുമ്പാകെയും ഉന്നയിക്കുക? വീണ, നിലവിൽ ഈ ഡിവിഷൻ ബെഞ്ചിന് മുൻപിൽ വാദം നടന്ന വേളയിൽ രഞ്ജിനിയുടെ അഭിഭാഷകൻ ഉന്നയിച്ച ഒരു ആവശ്യം രഞ്ജിനിയുടെ മൊഴി പുറത്തു വരരുത് എന്നുള്ളതായിരുന്നു. പക്ഷേ കോടതി ഇക്കാര്യത്തിൽ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. ഈ നടിയുടെ മൊഴി മാത്രമാണോ അതോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരരുതെന്നാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷമായിരുന്നു ഈ ഹർജി തള്ളിക്കൊണ്ട് സിംഗിൾ ബെഞ്ചിനെ ഹർജിക്കാരിക്ക് സമീപിക്കാം, ഇന്ന് തന്നെ സമീപിക്കാമെന്നുള്ളൊരു നിർദ്ദേശം
ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പറയേണ്ടത് സിംഗിൾ ബെഞ്ചിനെ ഉച്ചയ്ക്ക് ശേഷം രഞ്ജിനി സമീപിക്കുകയാണെങ്കിൽ സിംഗിൾ ബെഞ്ച് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ഇടക്കാല ഉത്തരവോ അല്ലെങ്കിൽ ഇടപെടലോ നടത്തുകയാണെങ്കിലാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഒരു തടസ്സമുണ്ടാകുക. അതോടൊപ്പം തന്നെ ഈ സജിമോൻ പാറയിലിന്റെ അപ്പീലും ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. നേരത്തെ ഇദ്ദേഹം സജിമോൻ പാറയിൽ നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവിറക്കിയത്, അതായത് റിപ്പോർട്ട് പുറത്തുവിടുക, അതോടൊപ്പം തന്നെ ഹർജിക്കാരന്റെ ഹർജി തള്ളുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സജിമോൻ പാറയിൽ ഉന്നയിക്കുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ ഈ അപ്പീലിന്മേൽ ഉന്നയിക്കുന്ന വാദഗതികളിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഏതെങ്കിലും ഇടക്കാല ഉത്തരവുണ്ടായാലും സമാനമായിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഒരു തടസ്സമുണ്ടാകും. ഇക്കാര്യത്തിൽ സർക്കാരും അതോടൊപ്പം തന്നെ വിവരാവകാശ കമ്മീഷനും ഒരേ നിലപാട് തന്നെയാണ് ഹൈക്കോടതിയുടെ ഇരു ബെഞ്ചുകളിലും സ്വീകരിച്ചിട്ടുള്ളത്. അതായത് റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്വകാര്യത സംബന്ധിച്ച എല്ലാ വിശദാംശങ്ങളും വിവരങ്ങളും അത് ഒഴിവാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ യാതൊരു ആശങ്കയും വേണ്ട എന്നുള്ളൊരു നിലപാടാണ് വിവരാവകാശ കമ്മീഷൻ അഭിഭാഷകനും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകനും ഇരു ബെഞ്ചുകളിലും സ്വീകരിച്ചത്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ടത്, നേരത്തെ സിംഗിൾ ബെഞ്ച് ഈ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കിയത് എങ്ങനെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ ഹർജിക്കാരനായിട്ടുള്ള ചലച്ചിത്ര നിർമ്മാതാവിനെ ബാധിക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ രഞ്ജിനിയുടെ കാര്യത്തിൽ മറ്റൊരു വിഷയം കൂടിയുണ്ട്. അതായത് രഞ്ജിനി നേരിട്ട് ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകിയ ഒരാളാണ്. അതുകൊണ്ട് തന്റെ സ്വകാര്യത ലംഘിക്കപ്പെടാൻ സാഹചര്യമുണ്ടെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ കോടതിയെ സമീപിച്ചുകൊണ്ടുള്ള ഇടപെടൽ ആവശ്യപ്പെടാനുള്ള ഒരു അവകാശം അവർക്കുണ്ട്. ആ ഒരു അവകാശം മുൻനിർത്തിയാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഘടകങ്ങളിൽ സജിമോൻ പാറയിലാണെങ്കിലും രഞ്ജിനി ആണെങ്കിലും ഹർജിക്കാർക്ക് ഈ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർക്ക് ഏത് വിധത്തിലാണ് അവരെ അത് ബാധിക്കുക എന്ന കാര്യത്തിൽ വാദഗതികൾ വ്യത്യസ്തമാണ്. എന്തായാലും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത് രഞ്ജിനിയുടെ കാര്യത്തിൽ സിംഗിൾ ബെഞ്ച് തീരുമാനമെടുക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ സിംഗിൾ ബെഞ്ച് തള്ളിയ ഈ സജിമോൻ പാറയിലിന്റെ ആവശ്യം അപ്പീൽ ഹർജിയിലൂടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വാദഗതികളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിലും ആവശ്യങ്ങളൊക്കെ തന്നെ ഒന്നാണ്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നുള്ളതാണ് നടി രഞ്ജിനിയുടെ, അതോടൊപ്പം തന്നെ മറ്റൊരു അപ്പീൽ ഹർജിക്കാരനായിട്ടുള്ള ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പാറയിലിന്റെ ആവശ്യം. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇരു ഹർജികൾ, ഒന്ന് സിംഗിൾ ബെഞ്ചിന് മുന്നിലും അതോടൊപ്പം തന്നെ ഡിവിഷൻ ബെഞ്ചിന് മുന്നിലുള്ള അപ്പീൽ ഹർജിയും പരിഗണിക്കപ്പെടുന്നുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടക്കാല ഉത്തരവ് ഉണ്ടാവുകയാണെങ്കിലായിരിക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ വീണ്ടും തടസ്സമുണ്ടാകുക. നേരത്തെ ഹൈക്കോടതി വാദം കേട്ട വേളയിൽ സിംഗിൾ ബെഞ്ച് ഇടക്കാല ഉത്തരവ് ഇട്ടുകൊണ്ട് താൽക്കാലികമായിട്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടഞ്ഞ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും സിംഗിൾ ബെഞ്ച് എന്ത് നിലപാടായിരിക്കും രഞ്ജിനിയുടെ ആവശ്യത്തിന്മേൽ സ്വീകരിക്കുന്നത്? പ്രത്യേകിച്ച് സിംഗിൾ ബെഞ്ച് നേരത്തെ വ്യക്തമാക്കിയ ചില പരാമർശങ്ങളുണ്ട്. നേരിട്ട് ബാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല ഹർജിക്കാരൻ എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സജിമോൻ പാറയിലിന്റെ ഹർജി തള്ളിയത്. പക്ഷേ ഇതിൽ സിംഗിൾ ബെഞ്ചിനെ രഞ്ജിനെ സമീപിക്കുന്ന വേളയിൽ താൻ നേരിട്ട് ഈ മൊഴി നൽകിയവരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ ഇന്ന് 2:30 സാംസ്കാരിക വകുപ്പ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടും. അത് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടവർക്ക് നൽകും, ഹാജരാകാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം 3 മണിക്കകം ഈ നടപടിക്രമങ്ങൾ, കോടതി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനായാൽ രഞ്ജിനിയുടെയും ഒപ്പം സജിമോൻ പാറയിലെയും അപ്പീലുകൾ പരിഗണിക്കാം, അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങാം എന്നുകൂടി കോടതി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 3 മണിവരെയുള്ള സമയം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാണ്.